you can identify. പൈലറ്റ് ആകാൻ ആരെങ്കിലും ഉണ്ടോ? കൈവക്കേ. ഓക്കെ കുറേ പൈലറ്റുമാരെ കൈവക്കി. അപ്പം പൈലറ്റ് ആവണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് പൈലറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ ട്രെയിനിങ് വേണം. 3 ലെവൽസ് ഓഫ് ട്രെയിനിങ് ആണ്. ആദ്യം സ്റ്റുഡൻറ് പൈലറ്റ് ആകണം. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ 16 വയസ്സ് മതി. എന്നുവെച്ചാൽ ഇപ്പം തന്നെ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. +2 കഴിയുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ മതി. 16 വയസ്സുള്ളവർക്ക് സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ് എടുക്കാൻ പറ്റും. അതുപോലെ സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ യു ഗെറ്റ് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്. 50% മാർക്ക് വേണം. മാത്തമാറ്റിക്സ് എടുത്ത് പഠിക്കണം കേട്ടോ. പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് എടുത്ത് പഠിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുപറ്റി? പോകുന്നില്ലേ ആരും പറക്കാൻ? ഓക്കെ നമുക്ക് അടുത്തല്ലേ. ആൻഡ് കൊമേഴ്സ്യൽ പറക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. വെരി ടഫ് ബട്ട് വെരി ഹൈലി പെയ്ഡ് ജോബാണിത് കേട്ടോ. ഇപ്പം കണ്ടില്ലേ, പൈലറ്റുമാർ സമരം ചെയ്താൽ നമ്മളെല്ലാം തറയിൽ നിൽക്കും. അപ്പം വളരെ ഹൈ സാലറിയാണ്, വളരെ ഹൈ പ്രൊവിഷൻസ് ആണ്. ഒരിക്കൽ ആ ജോബിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ലോ പോസ്റ്റിലേക്ക് വരില്ല. ഇറ്റ് കീപ്പ് ഓൺ ഇൻക്രീസിങ്. ഇനി പൈലറ്റ് എന്നുള്ള ജോബ് മാറ്റി മറ്റേതെങ്കിലും ഏരിയയിൽ തിരിയണമെങ്കിലും ഏവിയേഷൻ രംഗത്ത് ധാരാളം ജോബ്സ് ഉണ്ട്. ദാറ്റ്സ് അബൌട്ട് കൊമേഴ്സ്യൽ പൈലറ്റ്. ആൻഡ് ഫൈനലി അതർ കോഴ്സസ്, LLB, മാനേജ്മെന്റ്, BBA. +2 കഴിയുമ്പോൾ BBAക്ക് പോകാം. ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ മാനേജ്മെന്റ്. മഞ്ചേരിക്കാർക്ക് നല്ല ഫുഡ് ഇഷ്ടമുള്ളവരല്ലേ? അപ്പം ഹോട്ടൽ മാനേജ്മെന്റ് പോകാം. നല്ല കോഴ്സാണ്, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ടൂറിസം, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്ന മറ്റൊരു മേഖലയാണ് ടൂറിസം. സ്പോർട്സ് മെഡിസിൻ ഉണ്ട്. അതുപോലെ സ്പോർട്സ് കോഴ്സുകൾ, BS സ്പോർട്സ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അഗ്രികൾച്ചർ, റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ മേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള റൂറൽ ഡെവലപ്മെന്റ് കോഴ്സസ് ഉണ്ട്. ദെൻ വെറ്റിനറി സയൻസ്, ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഗസ്റ്റഡ് ഓഫീസർ പോസ്റ്റ് കിട്ടുന്ന ജോലിയാണ് വെറ്റിനറി സയൻസ്. ഡോക്ടർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്, പക്ഷെ അതിൻ്റെ മുന്നിലൊരു മൃഗം എന്നോട് ചേർക്കുന്നേ ഉള്ളൂ, മൃഗ ഡോക്ടർ എന്ന് പറയുന്നേ ഉള്ളൂ. അതിൽ വിഷമിക്കേണ്ട, നല്ല ജോലിയാണ്. ധാരാളം പാവ അനിമൽസ് അല്ലേ, നമ്മളെക്കാളും ബെറ്റർ അല്ലേ പലപ്പോഴും. അതുകൊണ്ട് വെറ്റിനറി ഡോക്ടേഴ്സ്, ഗസ്റ്റഡ് ഓഫീസേഴ്സ് റാങ്ക് ആണ് വെറ്റിനറി ഡോക്ടേഴ്സിനുള്ളത്. ആൻഡ് ഫൈനലി ടീച്ചിങ്ങിന് പല തലങ്ങളുണ്ട്. മോണ്ടിസോറി ട്രെയിനിങ്ങിന് 10ാം ക്ലാസ് മതി. TTCക്ക് 10ാം ക്ലാസ് മതി. ദെൻ +2 മുകളിലേക്ക് BEd, MEd ടീച്ചിങ്ങിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ. സ്കൂളുകളിൽ പഠിപ്പിക്കണമെങ്കിൽ ടെസ്റ്റ് എഴുതണം, സെറ്റ് എഴുതണം. +2 ക്ലാസ്സുകളിൽ പഠിപ്പിക്കണമെങ്കിൽ, കോളേജിൽ പഠിപ്പിക്കണമെങ്കിൽ നെറ്റ് എഴുതണം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതണം. ഇങ്ങനെ ടെസ്റ്റുകൾ പാസ്സായി PhD സ്കോളേഴ്സ് ആയി കഴിഞ്ഞാൽ യു ബിക്കം എ ഗുഡ് ടീച്ചർ. ടീച്ചർ എന്ന് പറഞ്ഞാൽ ബുക്ക് പഠിപ്പിക്കുന്നവരല്ല ടീച്ചേഴ്സ്, കുട്ടികളുടെ മനസ്സ് പഠിപ്പിക്കുന്നവരാണ് നല്ല ടീച്ചേഴ്സ്. അപ്പോൾ ആരെങ്കിലും ടീച്ചർ ആകുന്നെങ്കിൽ അങ്ങനെയുള്ള ടീച്ചേഴ്സ് ആവണം കേട്ടോ. പ്ലീസ് നോട്ട് ഡൗൺ ദ വേരിയസ് സൈറ്റ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. ഇത് പറയുന്നതിൻ്റെ റീസൺസ്, മോർ ദാൻ 15,000 കോഴ്സസ് ഉണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലുമായിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയാസ് ആയതുകൊണ്ട് ദ മേജർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയുടെ സൈറ്റ്സ് ആണിത്. എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ യു ഗെറ്റ് ഓൾ ദി കോഴ്സ്, എല്ലാ കോഴ്സുകളുടെയും പേരും എല്ലാ കോഴ്സുകളുടെയും ഡീറ്റെയിൽസും ഫീസ് സ്ട്രക്ചറും അതിൻ്റെ പ്രത്യേകതകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ കിട്ടും. ഫസ്റ്റ് വൺ കണ്ണൂർ യൂണിവേഴ്സിറ്റി, ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, കേരള യൂണിവേഴ്സിറ്റി ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ, ദെൻ ഹെൽത്ത് സെക്ടർ, ഹെൽത്ത് യൂണിവേഴ്സിറ്റി, ക്യുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നിക്കൽ, ദെൻ IIST ആൻഡ് VSSC. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക്, അതായത് സ്പേസ് രംഗത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, IIST AZ, ദാറ്റ് ഈസ് ട്രിവാൻഡ്രം. ഇത് രണ്ടും സ്പേസ് രംഗം, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സ്പേസിലേക്ക് പോകാൻ, സ്പേസ് റിലേറ്റഡ് വർക്കിൽ എഞ്ചിനീയേഴ്സ് ആയിട്ടും സയൻറ്റിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യാൻ ഇവിടെയാണ് കോഴ്സസ് അവൈലബിൾ. സോ പ്ലീസ് നോട്ട് ഡൗൺ ദിസ് തിങ്. നോട്ട് ചെയ്തോ?